തിരുവനന്തപുരം കിഴക്കേക്കോട്ടയിൽ 2 ബസ്സുകൾക്കിടയിൽ കുടുങ്ങിയ ആൾ മരിച്ചു. ബാങ്ക് ജീവനക്കാരൻ ഉല്ലാസാണ് മരിച്ചത്. റോഡ് മുറിച്ചു കടക്കുന്നതിനിടെയാണ് അപകടമുണ്ടായത്. ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. 2 ബസ് ഡ്രൈവർമാരെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു. എസ് ശാലിനി ചേർന്നുണ്ട്. ശാലിനി, ഒരു ദുഃഖവാർത്ത തന്നെയാണ് ഈ ഒരു മണിക്കൂറിൽ തിരുവനന്തപുരത്ത് നിന്ന് എത്തിക്കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, ഈ ബാങ്ക് ജീവനക്കാരൻ മരിച്ചു എന്ന വാർത്ത വരുമ്പോൾ മറ്റൊരു കാര്യം കൂടി പറയേണ്ടത്, ഈ 2 ഡ്രൈവർമാരെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു എന്നതാണ്. ഇതിൽ ആരുടെ ഭാഗത്താണ് തെറ്റ് ഉണ്ടായത് അല്ലെങ്കിൽ വീഴ്ച ഉണ്ടായത് എന്നറിയാൻ സാധിക്കുന്നുണ്ടോ? ദേവിക, അതിദാരുണമായൊരു സംഭവമാണ്. ഏകദേശം അരമണിക്കൂറിന് മുൻപാണ് തിരുവനന്തപുരം കിഴക്കേക്കോട്ടയിൽ, വളരെ തിരക്ക് പിടിച്ചൊരു സ്ഥലമാണ് കിഴക്കേക്കോട്ട. ഒപ്പം തന്നെ നിരവധി പ്രൈവറ്റ് ബസ്സുകൾ, ഒപ്പം തന്നെ ട്രാൻസ്പോർട്ട് ബസ്സുകൾ സർവീസ് നടത്തുന്ന മേഖല കൂടിയാണ്. അവിടെയാണ് ഈ ഒരു ഓഫീസ് സമയത്തിനൊക്കെ ഇടയിൽ ഇത്തരത്തിലൊരു ദാരുണമായ സംഭവം ഉണ്ടാകുന്നത്. അപകടത്തിൽ 52-കാരനായ ഉല്ലാസ് മുഹമ്മദിന് അദ്ദേഹത്തിന്റെ ജീവൻ നഷ്ടമായിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായിട്ടുള്ള കാര്യം. ഇന്ന് വെള്ളിയാഴ്ചയാണ്. സമീപത്തെ ചാലയിലുള്ള ഒരു പള്ളിയിൽ ജുമാ നിസ്കാരം കഴിഞ്ഞിട്ട് അദ്ദേഹം തിരികെ ഓഫീസിലേക്ക് പോവുകയായിരുന്നു. സമീപത്ത് തന്നെയുള്ള കേരള ബാങ്കിന്റെ ഓഫീസിൽ അദ്ദേഹം വർക്ക് ചെയ്യുന്നത്. കേരള ബാങ്കിന്റെ തിരുവനന്തപുരം കിഴക്കേക്കോട്ട റീജിയണൽ ഓഫീസിലെ സീനിയർ മാനേജറാണ് ഉല്ലാസ് മുഹമ്മദ്. അപ്പോൾ ജോലിക്ക് തിരികെ ജുമ കഴിഞ്ഞതിന് ശേഷം കയറാനായി പോകുന്നതിനിടയിലാണ് ഇപ്പോൾ നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന സീബ്ര ലൈനിന് സമീപത്ത് വെച്ച് അപകടം ഉണ്ടാകുന്നത്. ഒരു സ്വകാര്യ ബസ്സും ഒപ്പം തന്നെ ഒരു KSRTC ബസ്സും രണ്ടും കൂടി 2 ബസ്സുകളുടെയും ഇടയിൽ ഉല്ലാസ് കുടുങ്ങുകയായിരുന്നു. അതിനുശേഷം ഈ 2 ഡ്രൈവർമാരുടെയും അശ്രദ്ധ തന്നെയാണ് ആ ഒരു ദാരുണമായ സംഭവത്തിലേക്ക് കാര്യങ്ങൾ പോയത് എന്നുള്ളതാണ്. ആ വാഹനങ്ങളുടെ ഇടയിൽ ഉല്ലാസ് കുടുങ്ങുകയും അതിനുശേഷം പുറത്തിറങ്ങാൻ കഴിയാത്ത രീതിയിൽ കുടുങ്ങി ഒരുപക്ഷെ ഞെങ്ങി അമർന്ന് അദ്ദേഹം മരിക്കുകയായിരുന്നു എന്നുള്ളതാണ്. ആ അപകടത്തിൽ അദ്ദേഹത്തിന് ഗുരുതരമായി പരിക്കേറ്റു. സമീപത്തെ ട്രാഫിക് പോലീസുമാരുണ്ടായിരുന്നു, ഒപ്പം തന്നെ സമീപത്തെ തന്നെ പോലീസ് സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു. ഇരുവരും ചേർന്ന് അദ്ദേഹത്തിനെ ആശുപത്രിയിൽ എത്തിച്ചു സമീപത്തെ. പക്ഷേ ആ ആശുപത്രിയിൽ എത്തിക്കുന്നതിന് മുൻപ് തന്നെ അദ്ദേഹത്തിന്റെ മരണം സംഭവിച്ചു എന്നുള്ളതാണ്. നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാകും. സിഗ്നൽ വീഴുമ്പോഴും വാഹനങ്ങൾ അശ്രദ്ധമായി മുന്നോട്ടെടുക്കുക, സീബ്ര ലൈനിൽ സാധാരണ ആളുകൾ നടന്നു പോകുമ്പോൾ വാഹനങ്ങൾ നിർത്തിക്കൊടുക്കണമെന്നുള്ള സാമാന്യ നിയമമുണ്ട്. ആ നിയമം പോലും പാലിക്കാതെയാണ് KSRTCയും ഒപ്പം തന്നെ സ്വകാര്യ വാഹനങ്ങളും ഒക്കെ ഇവിടെ സർവീസ് നടത്തുന്നത് എന്നുള്ളതാണ്. ആ ഒരു അശ്രദ്ധയും ആ ഒരു ഉത്തരവാദിത്തമില്ലായ്മയുമാണ് ഒരു സാധാരണ മനുഷ്യന്റെ ജീവൻ ഇവിടെ പൊലിഞ്ഞത്. പക്ഷേ ജനം TVയിലടക്കം മുൻപ് നമ്മൾ വാർത്ത നൽകിയിട്ടുണ്ടായിരുന്നു. തൊട്ട് സമീപത്തായി ഒരു പാലം, അതായത് ഈ ഫ്ലൈ ഓവർ പണിത് ഈ യാത്രക്കാർക്ക് തിരക്കുകൾ ഉണ്ടാകാതിരിക്കാനും ഒപ്പം തന്നെ ഈ വാഹനങ്ങൾ പോകുമ്പോൾ അവർക്ക് സുഗമമായി റോഡ് ക്രോസ് ചെയ്യാൻ, അതായത് ഒരു ഭാഗത്ത് നിന്ന് ഒരു ഭാഗത്തേക്ക് പോകാനായി കോടികൾ മുടക്കിയാണ് തിരുവനന്തപുരം നഗരസഭ തൊട്ട് സമീപത്തായി, പക്ഷേ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും, അത്തരത്തിലൊരു ക്യാമറ അടക്കം വെച്ചുകൊണ്ട് ഒരു ഫ്ലൈ ഓവർ പണിതത്. ആ ഫ്ലൈ ഓവർ പണിതതിന് ശേഷവും ഒരാൾ പോലും ആ ഫ്ലൈ ഓവർ ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ്. ഒരുപക്ഷെ ആ ഫ്ലൈ ഓവറൊക്കെ കൃത്യമായ ആളുകൾ ഉപയോഗിച്ചിരുന്നു എങ്കിൽ ഒരുപക്ഷെ ഇത്തരത്തിൽ ആളുകൾ നിരത്തിലൂടെ റോഡ് ക്രോസ് ചെയ്യേണ്ടതായി വരില്ല. അങ്ങനെ റോഡ് ക്രോസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന അപകടങ്ങൾ ഒഴിവാക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും. പക്ഷേ ഇപ്പോൾ ഇന്ന് ഇവിടെ ഉണ്ടായത് അതിദാരുണമായ സംഭവമാണ്. നമുക്ക് ഇപ്പോഴും ദൃശ്യങ്ങളിൽ കാണാം. സീബ്ര ലൈനിൽ വാഹനങ്ങൾ നിർത്തരുത് എന്നുള്ള നിയമമുണ്ട്. ആ നിയമങ്ങൾ ഇവിടെ ഒരു വാഹനങ്ങളും പാലിക്കുന്നില്ല. സമീപത്ത് തന്നെ സീബ്ര ലൈൻ മുറിച്ചു കടക്കാനായ ആളുകൾ അപ്പുറത്തും ഇപ്പുറത്തും നിൽക്കുന്നു. അവരൊന്നും തന്നെ പോകാൻ കഴിയാത്ത രീതിയിൽ വാഹനങ്ങൾ ഇത്തരത്തിൽ കൊണ്ടിടുകയുമാണ്. അതേപോലെ തന്നെയാണ് ഇന്ന് ഈ അപകടം ഉണ്ടാകുമ്പോഴും ഒരുപക്ഷെ ഒരു മത്സര ഓട്ടം, ആര് കൂടുതൽ കളക്ഷൻ നേടും അല്ലെങ്കിൽ ആർക്കാദ്യം അവരുടെ സ്ഥലത്തേക്ക് എത്താം, കൂടുതൽ യാത്രക്കാരെ വാഹനത്തിൽ കയറ്റാം എന്നൊക്കെയുള്ളൊരു മത്സര ഓട്ടത്തിന്റെ ഭാഗം കൂടിയായിരുന്നു, അല്ലെങ്കിൽ അതിന്റെ ഒരു ഇര കൂടിയായി മാറി ഇന്ന് മുഹമ്മദ് ഉല്ലാസ് അല്ലെങ്കിൽ ഉല്ലാസ് മുഹമ്മദ് എന്ന് പറയുന്ന 52-കാരൻ എന്നുള്ളതാണ് ഏറ്റവും ദൗർഭാഗ്യകരമായിട്ടുള്ള കാര്യം. എന്തായാലും ഇപ്പോഴും ഇവിടെ വലിയ രീതിയിലുള്ള തിരക്കുണ്ട്, ട്രാഫിക് തിരക്കുണ്ട്, പോലീസുണ്ട്, ഒപ്പം തന്നെ ട്രാഫിക് പോലീസുണ്ട്. പക്ഷെ അവരെ ഒന്നും മാനിക്കാതെ, അവരെ ഒന്നും ഗവനിക്കാതെ തോന്നിയ രീതിയിൽ വാഹനം ഓടിച്ചു പോകുന്ന ഡ്രൈവർമാരെയാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് നിലവിൽ 2 വാഹനത്തിന്റെയും KSRTC വാഹനത്തിന്റെയും ഒപ്പം തന്നെ സ്വകാര്യ ബസിന്റെയും ഡ്രൈവർമാരെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്, ഫോർട്ട് പോലീസ് സ്റ്റേഷനിലുണ്ട് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. കേസെടുക്കൽ അടക്കമുള്ള നടപടിയിലേക്ക് പോലീസ് കടക്കും, അന്വേഷണത്തിലേക്ക് കടക്കും. ഒരുപക്ഷെ ഈ റോഡ് മുറിച്ചു കടക്കുന്നതിനിടയിൽ വാഹനം വന്ന് ഇടിച്ചതാണോ അതോ മറ്റേതെങ്കിലും തരത്തിൽ അല്ലെങ്കിൽ അവരുടെ അശ്രദ്ധയാണോ ഇതിൽ കൃത്യമായി ഉണ്ടായത് എന്നുള്ളൊരു കാര്യം കണ്ടെത്താൻ പോലീസ് ശ്രമം നടത്തുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് കാണാം, വളരെ കുറച്ച് സമയം മാത്രമാണ് സിഗ്നൽ ഇവിടെ വീഴുക. ആ സിഗ്നൽ വീഴുന്ന സമയത്ത് വാഹനങ്ങൾ സീബ്ര ലൈനിൽ കൊണ്ടിടുക, ആളുകൾക്ക് യാത്ര ചെയ്യാൻ കഴിയാതെ വരിക, അല്ലെങ്കിൽ സിഗ്നൽ ലൈറ്റുകൾ യാത്രക്കാർക്ക് നടന്നു പോകാനുള്ള സിഗ്നൽ വരുമ്പോൾ വാഹനം മുന്നോട്ടെടുക്കുക, അത്തരത്തിലുള്ള വളരെ നിയമം തെറ്റിച്ചുകൊണ്ടുള്ള വാഹന ഓട്ടമാണ് തിരുവനന്തപുരത്ത് പല മേഖലയിലും നടക്കുന്നത്. അതിൽ അധികൃതർ കൃത്യമായി കാര്യങ്ങൾ
പരിശോധിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായിട്ടുള്ള കാര്യം. എന്തായാലും ഇവിടെ നമുക്കറിയാം തൊട്ട് സമീപത്താണ് ഇവിടുത്തെ കിഴക്കേക്കോട്ട ബസ് സ്റ്റാൻഡ് ഉള്ളത്. ഇതും ബസ് സ്റ്റാൻഡിന്റെ ഒരു ഭാഗമാണ്. ചില ഭാഗങ്ങളിലേക്ക് പോകുന്ന ബസ്സുകൾ ഈ റോഡിലാണ് നിർത്തുന്നത്. സ്വിഫ്റ്റ് ബസ്സുകളുണ്ട്, ഒപ്പം തന്നെ KSRTCയുടെ മറ്റ് ബസ്സുകളുണ്ട്. കൂടാതെ തന്നെയാണ് സ്വകാര്യ ബസ്സുകളും ഇതേ ഇവിടെ സ്ഥലത്ത് തന്നെ, അല്ലെങ്കിൽ ഇതേ ബസ് സ്റ്റാൻഡിൽ, ഈ ബസ് സ്റ്റാൻഡിന്റെ ഒരു ഭാഗമാണ് ഈ ബസ് സ്റ്റാൻഡിൽ പഴവങ്ങാടി ക്ഷേത്രത്തിന് സമീപത്തായുള്ള ഈ ബസ് സ്റ്റാൻഡിൽ കൊണ്ടുവന്നിരുന്നത്. അതിൽ പ്രധാനമായും അപകടം നടന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് സ്വകാര്യ ബസിന്റെ അശ്രദ്ധ കൂടി ഉണ്ട് എന്നുള്ളത് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ അല്ലെങ്കിൽ ആ ഫോട്ടോ ക്ലിപ്പിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെ നിന്നും ഒരു വാഹനം റോങ് സൈഡിലേക്ക് പോയതാണ് എന്നുള്ളതാണ് ചില ദൃക്സാക്ഷികൾ പറയുന്നത്. അപ്പോൾ മറുഭാഗത്ത് നിന്ന്, അതായത് ഇവിടെ നിന്നും വന്ന KSRTCയുടെ ബസ്സും ഒപ്പം ഇവിടെ നിന്നും എടുത്തുകൊണ്ടുപോയ പ്രൈവറ്റ് ബസ്സും, അതായത് സ്വകാര്യ ബസ്സുമാണ് ഇത്തരത്തിൽ അപകടം വിളിച്ചു വരുത്തിയത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ. ഈ രണ്ട് വാഹനങ്ങളുടെയും ഇടയിലേക്ക് ഈ വ്യക്തി കുടുങ്ങുകയായിരുന്നു. കുടുങ്ങിയതിനു ശേഷം രണ്ട് വാഹനങ്ങളും ഒരുമിച്ച് മുന്നോട്ടെടുത്തപ്പോൾ സ്വാഭാവികമായും സംഭവിക്കുന്ന ഒരു അപകടം. അദ്ദേഹത്തിന് ആ വാഹനത്തിന്റെ ഇടയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ കഴിഞ്ഞില്ല. ഞെരിഞ്ഞമർന്ന് അദ്ദേഹം വളരെ ദാരുണമായ മരണത്തിന് കീഴടങ്ങേണ്ട സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയി എന്നുള്ളതാണ്. എന്തായാലും കൃത്യമായ പാത്തുകൾ നിർമ്മിച്ച് അല്ലെങ്കിൽ കൃത്യമായ പാത്തുകൾ കണ്ടെത്തി വാഹനങ്ങൾക്ക് പോകാനൊരു സൗകര്യം ഒരുക്കും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. രണ്ട് വാഹനങ്ങൾ, ഒരുപക്ഷെ ദൃശ്യങ്ങൾ നമുക്ക് കാണാം, രണ്ട് വാഹനങ്ങൾ അത്രയും ചേർന്ന്, ഒരുപക്ഷെ സ്വിഫ്റ്റ് ബസ്സുകൾ ഇപ്പോൾ സ്മാർട്ട് സിറ്റിയുടെ പേരിൽ തിരുവനന്തപുരത്തേക്ക് ഇറങ്ങിയപ്പോൾ കൂടുതൽ സർവീസുകളുണ്ട്. അപ്പോൾ അവരുടെ അലക്ഷ്യമായിട്ടുള്ള ഡ്രൈവിംഗും ഉണ്ട് എന്നുള്ള പരാതികൾ ഉയരുന്നതിനിടയിൽ തന്നെയാണ് ഇത്തരത്തിൽ രണ്ട് ബസ് ഡ്രൈവർമാരുടെ അശ്രദ്ധയിൽ ഒരു സാധാരണ മനുഷ്യന് ജോലി കഴിഞ്ഞ് വൈകിട്ട് വീട്ടിലേക്ക് പോകാനിറങ്ങുമ്പോൾ തന്നെയാണ് ശാലിനി സൂചിപ്പിച്ചതുപോലെ തന്നെ അവിടെ ട്രാഫിക് പോലീസിന്റെ ഒരു ഇടപെടൽ കൃത്യമായി നടക്കുന്നില്ല എന്നുള്ളൊരു പരാതി കൂടി പല ഭാഗത്തു നിന്ന് ഉയർന്നു വരുന്നുണ്ട്. കാരണം കിഴക്കേക്കോട്ട ഈ ഭാഗത്ത് ആ കോട്ടയ്ക്കടുത്തായി വലിയ ഗതാഗത തിരക്കാണ് എപ്പോഴും അനുഭവപ്പെടാറുള്ളത്. പക്ഷേ ഈ ഒരു പ്രദേശത്ത് ട്രാഫിക് പോലീസിൻ്റെ കൃത്യമായ ഇടപെടൽ ഉണ്ടാകാറില്ല. മാത്രവുമല്ല ഇവിടെ നെടുമങ്ങാട് ശാസ്തമംഗലം ഭാഗത്തേക്ക് പോകുന്ന ബസ്സുകൾ നിർത്തിയിട്ടിരിക്കുന്ന സ്ഥലത്ത് കൂടി ജനങ്ങൾ അലക്ഷ്യമായി നടന്നു പോകുമ്പോഴും അവിടെയുള്ള ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരാരും അത് തടയാറില്ല എന്നിങ്ങനെ പല ആക്ഷേപങ്ങളും ഈ ഒരു മണിക്കൂറിൽ ഉയർന്നു വരുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് വലിയ ഗതാഗത കുരുക്കാണ് ഈ ഒരു ഭാഗത്ത് ഉണ്ടായി വന്നിരിക്കുന്നത്. അതിനെ മറികടക്കാൻ യാതൊരു സംവിധാനങ്ങളും അവിടെ ഏർപ്പെടുത്തിയിട്ടില്ല എന്നുള്ള കാര്യം കൂടി ഈ ഒരു അവസരത്തിൽ പറഞ്ഞു വെക്കേണ്ടതുണ്ട്. ശാലിനിയാണ് തത്സമയം ചേർന്നത്.